നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉഴുന്നും നാളികേരം ഒന്നും ചേർക്കാതെ വെറും 2 ചേരുവ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന പഞ്ഞി ദോശയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പോകാം റെസിപ്പിയിലോട്ട്. ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം അരി ഒന്ന് കുതിർത്തി വയ്ക്കാം. ഇതിനായിട്ട് 2 കപ്പ് ഇഡ്ഡലി റൈസ് നമുക്ക് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി റൈസ് ഇല്ലയെന്ന് വെച്ചാൽ നോർമൽ പച്ചരി എടുത്താലും മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അരിയും ഉലുവയും നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ അടച്ചു വെച്ച് ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അരി ഇവിടെ നല്ല പോലെ ഒന്ന് സോക്കായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം തന്നെ മറ്റൊരു ബൗളിലോട്ട് 1 കപ്പ് വെള്ളം അവല് ചേർത്ത് കൊടുക്കാം. ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ് അവല് ചേർത്ത് കൊടുക്കുന്നത്. അവല് മുങ്ങിക്കിടക്കാൻ തരത്തില് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അവല് നിങ്ങളുടെ കയ്യിലില്ലാന്ന് വെച്ചാൽ ചോറ് ചേർത്ത് കൊടുത്താലും മതി. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. കുതിർത്തിയെടുത്ത അരിയും ഉലുവയും അവലും കൂടിയിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. 8-9 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് ഇവിടെ നല്ല പോലെ ഒന്ന് ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓവർനൈറ്റ് മാവ് അരച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാകുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി കിട്ടും. ദോശമാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ആദ്യത്തെ ഒരു ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ദോശ പാൻ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ബബിൾസ് പൊന്തി വരുന്ന സമയത്ത് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ദോശ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ദോശയും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പിന്നെ ദോശയിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശയാണ് നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശ നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഉഴുന്നൊന്നും ചേർക്കാതെ വെറും 2 ചേരുവ കൊണ്ട് കിടിലൻ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ദോശ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.